നമസ്കാരം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനുവരി 13-നുള്ളിൽ താരങ്ങളുടെ പട്ടിക ICCക്ക് സമർപ്പിക്കണം. ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. ഇതിനോടകം KL രാഹുൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണെന്നതിനാൽ തന്നെ ടീമിലെ ബാക്കപ്പ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണും ഋഷഭ് പന്തും തമ്മിലുള്ള മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇതിൽ മുൻതൂക്കം കിട്ടുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു 16 ഏകദിനങ്ങൾ കളിച്ചിട്ടുണ്ട്. 14 ഇന്നിങ്സുകളിലായി 510 റൺസും നേടിയിട്ടുണ്ട്. 5 തവണ നോട്ട് ഔട്ടായി. ഉയർന്ന സ്കോർ എന്ന് പറയാനാവുന്നത് 108 റൺസാണ്. മികച്ച ശരാശരി 56.66 ആണ്. കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ ശരാശരി പ്രശംസനീയമാണ്. 99.60 എന്ന സ്ട്രൈക്ക് റേറ്റ് വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. മധ്യനിരയിൽ ഏത് സ്ഥാനത്തും സഞ്ജുവിനെ കളിപ്പിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാച്ച് വിന്നറായി മധ്യനിരയിൽ ബാറ്റ് വീശാൻ കഴിയുന്ന സഞ്ജു ന്യൂ ബോൾ നേരിടാൻ കഴിയുന്ന മികച്ച ഓപ്പണറായും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും നേടി 14 ഇന്നിങ്സുകളിലായി 34 ഫോറുകളും 22 സിക്സറുകളും പായിച്ചു. 9 ക്യാച്ചുകളും 2 സ്റ്റംപിങ്ങുകളുമായി വിക്കറ്റുകൾക്ക് പിന്നിലും സഞ്ജു തിളങ്ങിയിട്ടുണ്ട്. സഞ്ജുവിന് ലഭിച്ച അവസരങ്ങൾ കുറവാണെങ്കിലും ചാൻസ് കിട്ടിയപ്പോഴെല്ലാം നന്നായി കളിച്ചുവെന്ന് കണക്കുകൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. രാജ്യത്തിനായി 31 മാച്ചുകൾ കളിച്ച പന്തിന് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ കൂടുതൽ പരിചയമുണ്ട്. 27 ഇന്നിങ്സുകളിലായി 871 റൺസ് നേടിയിട്ടുണ്ട്. 1 നോട്ട് ഔട്ട് മാത്രം. ഉയർന്ന സ്കോർ 125. നങ്കൂരമിട്ട് കളിക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും ശരാശരിയിൽ സഞ്ജുവിനേക്കാൾ വളരെ താഴെയാണ് ഋഷഭിന്റെ സ്ഥാനം. സഞ്ജുവിന്റെ ഇരട്ടി മാച്ചുകളിൽ വൈവിധ്യമാർന്ന ബൗളിംഗ് ആക്രമണങ്ങൾ പന്ത് അഭിമുഖീകരിച്ചിട്ടുമുണ്ട്. സ്ട്രൈക്ക് റേറ്റിൽ പന്ത് സഞ്ജുവിനേക്കാൾ അല്പം മുന്നിലാണ്. ആധുനിക വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ അനിവാര്യമായ സ്കോറിംഗിലെ വേഗത ഇത് സൂചിപ്പിക്കുന്നുണ്ട്. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ആകെ 91 ഫോറുകളും 26 സിക്സറുകളും പായിച്ചിട്ടുണ്ട്. 27 ക്യാച്ചുകളും 1 സ്റ്റംപിങ്ങുമായി വിക്കറ്റ് കീപ്പിംഗ് സ്ഥിതി വിവര കണക്കുകളിലും മികച്ചതാണ് പന്ത്. ഇത്തരത്തിൽ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന ശരാശരി സഞ്ജുവിന്റെ പ്രധാന മേന്മയായി കാണാൻ സാധിക്കും. എന്നാൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച പന്തിന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര ബൗളർമാരെ നേരിട്ട പരിചയവുമുണ്ട്. വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിനേക്കാൾ അല്പം കൂടുതൽ മേന്മ കാണിക്കാൻ കൂടുതൽ മത്സരങ്ങളിലൂടെയാണ് പന്തിന് സാധിച്ചിട്ടുള്ളത്. എങ്കിലും കണക്കുകളിൽ മുൻപൻ തന്നെയാണ് പന്ത്. സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു പന്തിനേക്കാൾ ഒരല്പം പിന്നിലാണ്. സ്കോറിംഗ് വേഗതയുടെ കാര്യത്തിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണെന്ന് പറയാം. 2 പേർക്കും ഓരോ സെഞ്ചുറി വീതവും നേടിയിട്ടുണ്ട്. പന്തിന് കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ ഉള്ളത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നുണ്ട്. 6 ഹിറ്റിംഗ് കഴിവുകളിലെ വ്യത്യാസം നാമമാത്രമാണ്. പന്ത് അല്പം മുന്നിലാണെങ്കിലും സഞ്ജുവിനേക്കാൾ മികച്ചവനാണെന്ന് കരുതുന്ന മാർജിനൊന്നുമില്ല. ആവശ്യാനുസരണം ഇന്നിങ്സ് സ്ഥിരത കൈവരിക്കാനോ ആക്സിലറേറ്റ് ചെയ്യാനോ ഉള്ള കഴിവും മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കളിക്കാനുമുള്ള പ്രാഗൽഭ്യവും പന്ത് കൂടുതൽ മാച്ചുകളിലൂടെ ആർജിച്ചതായി കാണാൻ സാധിക്കും. എന്തായാലും 2-ൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് സെലക്ടർമാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. ആരായിരിക്കും ആ ഭാഗ്യം ചെന്ന ഒരാളെന്നാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്.